നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അനീഷിൻ്റെ വീട്ടിലാണ്. എറണാകുളം ജില്ലയിൽ കോട്ടപ്പടി ഉപ്പുകണ്ടം അല്ലേ? കോട്ടപ്പടി പഞ്ചായത്തിൽ ഉപ്പുകണ്ടം എന്ന സ്ഥലത്താണ് അനീഷിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ ഡയാലിസിസ്, അതായത് 1.5 ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ്. മറ്റ് നിവൃത്തിയില്ല, വീട് വരെ വിറ്റ് ചികിത്സിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ അറിയിക്കുകയും അതിനോടനുബന്ധിച്ച് നമ്മളിവിടെ വരികയും ചെയ്തത്. 4.5 വർഷമായി ഞങ്ങൾ ഈ ഡയാലിസിസ് കോട്ടയം മുതൽ ഞങ്ങൾ പോകുന്ന എറണാകുളം, കോലഞ്ചേരി എല്ലാം കറങ്ങി കിടന്നു. ഇനി എല്ലാം വിറ്റ് തൊലച്ച് ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ചികിത്സിച്ചു. ഇപ്പോൾ ഈ കൊറോണ കാരണം എനിക്ക് ഒരു സ്ഥലത്ത് കൈ നീട്ടാനോ തെണ്ടാൻ പോകാനോ എനിക്കൊരു നിവൃത്തിയില്ല. ആരുടെ മുമ്പിൽ കൈ നീട്ടിയാലും ഈ കൊറോണ കാരണം ആരും തരുമില്ല. അപ്പോൾ അത് മരുന്ന് വാങ്ങിക്കാനും ഇല്ല. ഡയാലിസിന് ഞങ്ങൾ കടമാണ് പറയണത്. ഇപ്പോൾ ഞാൻ 50,000 രൂപ ഞാൻ ധർമ്മേരി കൊടുക്കാനുണ്ട്, 16,000 രൂപ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കാനുണ്ട്. അത് കാരണം എനിക്ക് ആകെ ഒരു വിഷമമായി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ മരണം മുന്നിൽ കണ്ട് ഞാൻ ജീവിക്കുക. അപ്പോൾ മരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എൻ്റെ കൊച്ചിനെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്നെയും വരും എൻ്റെ പിള്ളേരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഇനി ഞാൻ എങ്ങുമില്ല, എനിക്ക് ഇറക്കാനോ അപേക്ഷിക്കാനോ ഇല്ലല്ലോ എന്ന് ഓർത്തിരുന്നു. ഇവൻ എന്നെ വഴുക്കുറി, അമ്മ എന്തിനാ കരയണേന്ന്. പക്ഷേ ഇവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ചങ്കലച്ചോ. ഇത്രയും നാൾ ഞാൻ നോക്കി, ഇനി എൻ്റെ പിള്ളേനെ ഞാൻ എങ്ങനെ നോക്കും, എങ്ങനെ ഞാനിത് തരണം ചെയ്ത് കൊണ്ടുപോകും എന്ന് ഓർത്തപ്പോൾ എനിക്ക് ആകെ വിഷമായിരുന്നു. അത് കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ യാചിക്കുക, എൻ്റെ കൊച്ചിൻ്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് തന്ന് സഹായിക്കണമെന്ന് ഞാൻ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുക. എനിക്ക് കൂടുതലൊന്നും പറയാനും അറിയാനും പാടില്ല. നിവൃത്തിയില്ലാത്ത അവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് കിടപ്പടമില്ല. ഇത് ഞങ്ങളുടെ വീടല്ല, വാടക വീട്ടിലാണ്. ഞാൻ വാടക പോലും കൊടുത്തിട്ടില്ല. അതുപോലെ ഞാൻ ജീവിക്കണത്. വാടക കൊടുക്കാൻ പോലും വശമില്ല. പിന്നെ ആ ചേച്ചി എനിക്ക് കൂടുതൽ ശല്യം ചെയ്യില്ല, ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞാന്ന്. പിന്നെ രാത്രി വണ്ടി വിളിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാനിരുന്ന് എന്തോ ഒരു കരഞ്ഞിട്ടുണ്ടെന്നറിയാമോ. പോണ വഴിക്കൊക്കെ ഇവനിരുന്നുകൊണ്ട് അമ്മ ഇപ്പം ഞാൻ മരിക്കുമെന്ന് പറയും. ഇവൻ എപ്പോഴും ഇവിടെ അസുഖം ഉണ്ടാവാറുണ്ട്. വണ്ടി വിളിക്കാൻ പോലും ഒരു 10 രൂപ കാശ് എൻ്റെ വീട്ടിൽ വണ്ടി വിളിച്ച് പോകാൻ വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട് ഓരോ വിഷമങ്ങൾ വരുമ്പോൾ. പിന്നെ നല്ലവരായ നാട്ടുകാർ വണ്ടി വിളിച്ചുകൊണ്ട് പോയി സാറിലെ ചേച്ചി എന്ന് പറയും. പിന്നെ ഞങ്ങൾ എവിടെന്നെങ്കിലും കിട്ടിയാണ് കൊണ്ടുപോയി കൊടുക്കാറ്. ഞാൻ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുക, എനിക്ക് എന്തെങ്കിലും നിന്ന് സഹായിക്കണം. അനീഷ്, ഇത് എത്ര നാളായിട്ട് ചെയ്യുന്നു? ഇപ്പം 4.5 വർഷമായി ഞാൻ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാവരും പറയുന്നുണ്ട് അല്ലപ്പുറയ്ക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് അല്ലപ്പുറ വരെ 10-16 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടെന്ന് രാത്രി എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം വണ്ടി ഓടിയെത്താൻ പാടാണ്. ഇവിടുന്ന് ഈ 6 കിലോമീറ്റർ കൊണ്ട് ഓടിയെത്തുമ്പോഴത്തേനും ഒരു പരിവായാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ 16 കിലോമീറ്റർ ഓടിയെത്തുമ്പോഴത്തേനും നമുക്ക് പറ്റിയല്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങോട്ട് പോകാത്തത്. അല്ലാതെ വേറെ ഇപ്പോൾ ചികിത്സിക്കുന്നത് ഇപ്പോൾ കോതമംഗലം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ധർമ്മഗിരിയിലാണ്. ഇപ്പോൾ 4 വർഷമായിട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ. ഒന്നരാടം ഇടപെട്ട് ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു ഒന്നരാടം എങ്ങനെ ആഴ്ചയിൽ എങ്ങനെയാണ് കാശ് വരുന്നത്? എത്ര രൂപ? അവിടെ ഡയാലിസിസിൻ്റെ ഫീസ് 800 രൂപ. പിന്നെ ഒരു ഡയാലിസിസും ട്യൂബ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡിൻ്റെ അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഒരു 2,000 രൂപയിൽ മേളിൽ പോകും ഒരു ആഴ്ചയിൽ. എനിക്ക് ഷുഗറുണ്ട്. ഒരു ദിവസം അതിൽ കൂടുതലാവാറുണ്ട്. ഡോക്ടർ വന്ന ദിവസം പെട്ടെന്ന് എല്ലാം ശ്വാസം കിട്ടാതെ വരുമ്പോൾ ECG എടുക്കും, എക്സ്റേ എടുക്കും. അന്നേരം ഡോക്ടർമാർ ഓടി കയറി വരും താഴേന്ന്, കാർഡിയോളജിയിലെ ഡോക്ടർ. അപ്പോൾ അനക്കമില്ലാതെ ഇരിക്കുക. അപ്പോൾ ഓക്സിജൻ കൊടുത്ത് പിന്നെ അന്നത്തെ ദിവസം ഡയാലിസിസ് ചെയ്യില്ല. ചെയ്യാന്ന് വെച്ചാൽ ഇവന് അനക്കമില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇത്രയും ഇതിൽ ഞങ്ങൾ കിട്ടിയെന്ന് ഞങ്ങൾ ഡോക്ടറെ കാർഡിയോളജിയിലെ ഡോക്ടറോട് പറഞ്ഞു, മനോജ് ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടും ഞങ്ങൾക്കറിയാം. അത് കാരണം അനീഷിനെ കൊണ്ട് വേറെ എങ്ങും പോയാൽ ശരിയാവുമെന്ന് തോന്നാനുള്ള കേട്ടോ. അത് കാരണം പോകാതെ മദറിനോടൊക്കെ പറഞ്ഞ് നോക്ക്, എന്തെങ്കിലും സഹായം ചെയ്യുമോന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറയും, എനിക്ക് പേടിയായിട്ട് ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് എങ്ങും പോയി എവിടെ പോയാലും തെണ്ടി ആയാലും എൻ്റെ കുഞ്ഞിനെ നോക്കാം, വേറൊരു സ്ഥലത്തേക്ക് പോകണില്ലെന്ന് ഓർത്ത് തന്നെ ഞാൻ ധർമ്മേരിയിൽ നോക്കണം. പിന്നെ എൻ്റെ അവസ്ഥ അറിയാവുന്ന സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ അതറിഞ്ഞ് എന്നോട് അങ്ങനെ പൈസ
പിടിച്ച പിടിയാലെ വാങ്ങിക്കില്ല. എനിക്ക് സാവകാശം തരും. എനിക്ക് കട ആണെങ്കിലും എനിക്ക് കട ഇപ്പോൾ 50,000 രൂപ ഞാൻ അവിടെ കൊടുക്കാനുണ്ട്. എന്നാലും എന്നോട് ചോദിച്ചില്ല. അപ്പം ഞാൻ ഇന്നലെ സിസ്റ്ററിനോട് ഇങ്ങനെ എല്ലാ കഥകളും പറഞ്ഞു. സിസ്റ്റർ എന്നോട് ഇപ്പോൾ പൈസ ചോദിച്ചാൽ പൈസ ഇല്ല കേട്ടോ, എൻ്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മരണം മുന്നിൽ കണ്ടായ സിസ്റ്റർ ആയിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സൂസനോട് പൈസ ചോദിച്ചാൽ നിങ്ങളുടെ അവസ്ഥ അറിയണ കാരണമല്ലേ മദർ നിങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നേക്കണം, ചോദിക്കാതെ ഇരിക്കണേ എന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ ബില്ല് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഇന്നലെ എൻ്റെ കയ്യിൽ ബില്ല് ഒരെണ്ണം എടുത്ത് തന്നു. 50,000 രൂപയുടെ ഒരു ബില്ല് എനിക്കെടുത്ത് തന്നു. അങ്ങനെ ഞാൻ സിസ്റ്ററിൻ്റെ അവരുടെ ധർമ്മേരിക്കാരുടെ നന്മയും കൊണ്ട് ഞാൻ കട ആണെങ്കിലും എനിക്ക് ചെയ്ത് പോണു. പിന്നെ ഏത് സമയത്ത് രാത്രി കൊണ്ടുപോയി ചെന്നാൽ ഇതും ഇവിടെ അനീഷല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം തന്നെ അവരതിന് വേണ്ടിയുള്ള മരുന്ന് കൊടുക്കും. വേറൊരു ആശുപത്രിയിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്നേന്ന് വിട്ട് ടെസ്റ്റ് ചെയ്യണം, ഡോക്ടർമാരില്ല. എനിക്ക് പല സ്ഥലത്തും അച്ഛന്മാരായാലും പലരും വിളിച്ച് എന്നോട് ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല, ഡോക്ടർമാരില്ലാത്ത കാരണമാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നോട് എന്തി പോകാത്തതെന്ന്. ഈ ഒരവസ്ഥ കാരണമാണ് ഞാൻ പോകാത്തത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ പോയേനെ. എൻ്റെ കുഞ്ഞിന് ഡയാലിസിസ് മാത്രമാണെങ്കിൽ ഞാൻ ഏത് ദുനാവിലായാലും പോയി ചെയ്തേനെ. അത്രയുമേലും ഞാൻ വിഷമിച്ചിരിക്കുക. പക്ഷേ ഇവന് ഹാർട്ടിന് കംപ്ലൈൻറ്റ്, വയറ് വീർക്കൽ, ഇവനില്ലാത്ത അസുഖങ്ങളില്ല. കണ്ട ഒരു അസുഖം തോന്നൂല എൻ്റെ പിള്ളേനെ കണ്ട. അതേപോലെയാണ് ഞങ്ങളുടെ ജീവിതം. അനീഷ എന്നാ ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്? ഞാൻ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ബസ്സിൽ ജോലിയായിരുന്നു. ഇപ്പം ഒരു 4 വർഷമായിട്ട് ഒരു സ്ഥലത്തും പോകണില്ല. ലോട്ടറി കച്ചവടമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ ഭയങ്കര പാടാണ്. അതിൽ വെയിൽ ചൂടടിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ കുഴഞ്ഞു വീഴും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരിപാടിക്കും പോകണില്ല. 1.5 ഇടവിട്ട് ഡയാലിസിന് പോകുമ്പോൾ, അപ്പോൾ ഡയാലിസിസ് കഴിയുമ്പോൾ തന്നെ നല്ല ക്ഷീണമാണ്. പിറ്റേ ദിവസം അതിൻ്റെ ക്ഷീണം മാറുള്ളൂ. അപ്പോഴത്തേനും പിന്നെയും ഡയാലിസിസ് എടുക്കാറാവും. അതുകൊണ്ട് ആണ്. ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് പോണേ? ഹോസ്പിറ്റലിൽ ഇപ്പം എനിക്കൊരു വണ്ടിയുണ്ട്, എല്ലാവരും കൂടി പിരിവിട്ട് ഒരു വണ്ടി മേടിച്ച് തന്നിട്ടുണ്ട്. അതിലാണ് പോണത്. മറ്റേ ഞാൻ നേരത്തെ വണ്ടി വിളിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടി കോതമംഗലം പോണതിന് 150 രൂപ 200 രൂപയുടെ അടുത്ത് വരും. അപ്പം നമുക്ക് അതിനുള്ള 1.5 ആകുമ്പോൾ നമുക്ക് അതിന് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. പിന്നെ രാത്രി ഒക്കെ പോകുമ്പോൾ വണ്ടി വേണം. പുറത്തുനിന്ന് ഓട്ടോ വിളിച്ചാണ് പോണത്. അവിടെ പോയി ഓട്ടോ 4 മണിക്കൂർ ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ 4 മണിക്കൂർ അവിടെ വണ്ടി കിടക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ആ വണ്ടി പോരും. അത് വണ്ടി അവിടെ കിടക്കില്ല. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോരും. പിന്നെ രണ്ടാമത്തെ വണ്ടി തന്നെ പിന്നെ ആ ചാർജ് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് തീരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും പിരിവിട്ട് എനിക്കൊരു വണ്ടി മേടിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇപ്പം അനീഷിൻ്റെ വിവരങ്ങൾ ഇതാണ്. അവരുടെ അവസ്ഥ കണ്ടിട്ട് ഇപ്പം നമുക്കിപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റുന്ന അമ്മയുടെയൊക്കെ വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായി പോകും. അതുകൊണ്ട് പരമാവധി സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണം. അനീഷിനെ സഹായിക്കാനായിട്ട് അനീഷിൻ്റെ അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നോക്കിയെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാവുന്നതാണ്. മറ്റൊന്നിനുമല്ല, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. ഒരാളോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കിട്ടുമല്ലോ, അതിനു വേണ്ടി. അപ്പം പരമാവധി സഹായിക്കുക. നന്ദി.